നമസ്കാരം. പ്രധാന വാർത്തകൾ. മമതാ ബാനർജി രാജിവെക്കണം. ആവശ്യവുമായി നിർഭയയുടെ അമ്മ ആശാദേവി. രാജ്യത്തെ നടുക്കിയ കൊൽക്കത്ത ലൈംഗിക അതിക്രമ കൊലപാതകത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ പ്രതികരണവുമായി ദില്ലിയിൽ കൊല്ലപ്പെട്ട നിർഭയയുടെ അമ്മ ആശാദേവി രംഗത്ത്. സാഹചര്യം ഇത്രയും വഷളാക്കിയതിൽ മമതയ്ക്കും പങ്കുണ്ടെന്നും അവർ രാജിവെക്കണമെന്നും ആശാദേവി പറഞ്ഞു. 2012 ദില്ലിയിൽ രാജ്യത്തെ നടുക്കിയ നിർഭയ കൊലപാതകം അരങ്ങേറുന്നത്. അതിന് സമാനമായിരുന്നു കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകവും. സംഭവത്തിൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് രാജ്യത്തെ ഡോക്ടർമാർ എല്ലാവരും സമരത്തിലാണ്. അതിനിടെ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരോട് തിരികെ ജോലിക്ക് കയറാൻ കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനായി പുതിയ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ഉറപ്പു നൽകിയ ശേഷമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന. മാനിനെ തോട്ടത്തിൽ കെട്ടിയിട്ട് വീഡിയോ ചിത്രീകരിച്ചു. 4 പേർക്കെതിരെ കേസ്. തൃശൂർ പാലിപ്പള്ളിയിൽ തോട്ടത്തിലെത്തിയ മാനിനെ കെട്ടിയിട്ട് വീഡിയോ ചിത്രീകരിച്ചു. സംഭവത്തിൽ വനം വകുപ്പ് 4 പേർക്കെതിരെ കേസെടുത്തു. തോട്ടം തൊഴിലാളികളായ വിനോദ്, ഷിബു, സന്തോഷ് കുമാർ, ഹരി എന്നിവർക്കെതിരെയാണ് കേസ്. അതേസമയം പ്രതികൾ മാനിനെ എന്ത് ചെയ്തെന്ന് വ്യക്തതയില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. പ്രതികൾ കർണാടകയിലേക്ക് കടന്നതായും സൂചനയുണ്ട്. ഇവരെ പിടിച്ചാൽ മാത്രമേ മാനിന് എന്തു പറ്റിയെന്ന് കണ്ടെത്താനാകൂ. തായ്ലൻഡ് പ്രധാനമന്ത്രിയായി പയേതുങ്താൻ ഷിൻവത്ര. തായ്ലൻഡ് പ്രധാനമന്ത്രിയായി പയേതുങ്താൻ ഷിൻവത്രയെ തെരഞ്ഞെടുത്തു. ഫിയൂത്തായ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ പയേതുങ്താൻ പാർലമെന്റിൽ 319 വോട്ട് നേടി. നിലവിൽ പ്രധാനമന്ത്രിയായിരുന്ന ശ്രദ്ധ തവിസിനെ അഴിമതി കേസിൽ ബുധനാഴ്ച പുറത്താക്കിയതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും രണ്ടാമത്തെ വനിതയുമാണ് പയേതുങ്താൻ. മുൻ പ്രധാനമന്ത്രി തക്സിൻ ഷിനവത്രയുടെ മകളാണ് പയേതുങ്താൻ ഷിനവിത്ര. അഴിമതി കേസ്. സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി. കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി. മൈസൂരു നഗരവികസന അതോറിറ്റി ഭൂമി കൈമാറ്റ കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് ഗവർണർ തവാൻ ചന്ദ് ഹെഗ്ലോട്ട് പ്രോസിക്യൂഷന് അനുമതി നൽകിയത്. ഭൂമി കൈമാറ്റത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ നേട്ടമുണ്ടാക്കിയെന്നാണ് ആരോപണം. പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ 7 ദിവസത്തിനകം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ഗവർണർ ഭരണഘടനാപരമായ സ്ഥാനം ദുരുപയോഗം ചെയ്യരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മന്ത്രിസഭ ഇതിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് സിദ്ധരാമയ്യയുടെ ആരോപണം. സംസ്ഥാനത്ത് 2 ജില്ലയിലുണ്ടായ ബൈക്ക് അപകടങ്ങളിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. സംസ്ഥാനത്ത് 2 ജില്ലകളിലുണ്ടായ അപകടങ്ങളിൽ 2 പേർ മരിച്ചു. പാലക്കാട്, തൃശൂർ ജില്ലകളിലുണ്ടായ ബൈക്ക് അപകടങ്ങളിലാണ് 2 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. പാലക്കാട് കുളപ്പള്ളി പാതയിൽ കുനന്തറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. രാവിലെ 7:30 കൂനത്തറ ആശാദീപം വളവിലാണ് അപകടം സംഭവിച്ചത്. തൃക്കടരി കീരൂർ സ്വദേശി അഫ്സലാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. മൃതദേഹം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അന്തിക്കാട് സ്വദേശി പള്ളത്ത് വീട്ടിൽ രവിയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന ബസ്സുമായാണ് ബൈക്ക് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ രവിയെ കാഞ്ഞാണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഗുരുവായൂർ ഇല്ലനിറ കൊടിമര ചുവട്ടിൽ തന്നെ നടത്തും. ദേവസ്വം തീരുമാനത്തിൽ ഇടപെടാതെ ഹൈക്കോടതി. ഗുരുവായൂർ ഇല്ലനിറ പൂജ ഇത്തവണ കൊടിമര ചുവട്ടിൽ നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നാളെയാണ് ഗുരുവായൂർ ഇല്ലനിറ. ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം ദേവഹിതമാണെന്നും തന്ത്രിയുടെ അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനമെന്നും അതിനാൽ ഇടപെടാനാവില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മുബാറക് എന്ന ബോട്ടിലെ തൊഴിലാളി പൊന്നാനി സ്വദേശി മകൻ ഷൗക്കത്തിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ആലപ്പുഴ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് അപകടം നടന്നത്. മൃതദേഹം കൊച്ചിയിൽ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് കൊണ്ടുവരും. മത്സ്യബന്ധനം കഴിഞ്ഞ് പോകുന്നതിനിടെ ബോട്ടിലെ മറ്റു മത്സ്യത്തൊഴിലാളികൾ ഉറങ്ങുന്നതിനിടെയാണ് ഷൗക്കത്തിനെ കാണാതായത്. മത്സ്യത്തൊഴിലാളികൾ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഷൗക്കത്തിനെ കണ്ടില്ല. തുടർന്ന് പോലീസിനെയും തീരദേശ സേനയും വിവരം അറിയിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളും തീരദേശ സേനയും ഉൾപ്പെടെ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലത്ത് വീട്ടമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മകനായി തെരച്ചിൽ.
കൊല്ലം കുണ്ടറ പടപ്പക്കരയിൽ വീട്ടമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പടപ്പക്കര പുഷ്പവിലാസം വീട്ടിൽ പുഷ്പലതയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൾ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതിരുന്നതിനാൽ സമീപവാസിയായ ബന്ധു അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുഷ്പലതയുടെ പിതാവ് ആന്റണി ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മകൻ ഉപദ്രവിക്കുന്നുവെന്ന് ഇരുവരും കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. മകൻ അഖിൽകുമാറിനെ കാണാനില്ലെന്നും പോലീസ് പറഞ്ഞു. കുണ്ടറ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. അഖിലിനായി അന്വേഷണം ആരംഭിച്ചു. കശാപ്പിനെത്തിച്ച കാള വിരണ്ടോടി, വിദ്യാർത്ഥിയെ ആക്രമിച്ചു. കൊല്ലം പുനലൂരിൽ കശാപ്പിന് കൊണ്ടുവന്ന കാള വാഹനത്തിൽ നിന്ന് വിരണ്ടോടി. അതിവേഗം എത്തിയ കാള അക്രമാസക്തനാവുകയും റോഡിലൂടെ നടന്നു വന്ന വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും ചെയ്തു. പരിക്കേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറും കാള തകർത്തു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് ഒടുവിൽ കാളയെ പിടിച്ചുകെട്ടിയത്. ഉരുൾപൊട്ടൽ ദുരന്തം 617 പേർക്ക് അടിയന്തര ധനസഹായം കൈമാറി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാരിന്റെ അതിവേഗ ധനസഹായ വിതരണ നടപടികൾ പുരോഗമിക്കുന്നു. ദുരന്തത്തിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം 10,000 രൂപ വീതം 617 പേർക്ക് ഇതിനകം വിതരണം ചെയ്തു. സംസ്ഥാന ദുരന്ത നിവാരണ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയിൽ നിന്നായി 12 പേർക്ക് 72 ലക്ഷം രൂപയും ധനസഹായം നൽകി. മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ വീതം 124 പേർക്കായി അനുവദിച്ചു. ദുരന്തത്തിൽ പരിക്കേറ്റ ആശുപത്രി ചികിത്സയിലുള്ള 34 പേരിൽ രേഖകൾ ഹാജരാക്കിയവർക്ക് ധനസഹായം നൽകാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്.